ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, 2025 ICC ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഓർത്തുവയ്ക്കുക, 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ ന്യൂസിലാൻഡിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഓർത്തുവയ്ക്കുക, 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ന്യൂസിലാൻഡിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ്, പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ്? ശനിയാണ് കറക്റ്റ് ആൻസർ. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹമാണ് ശനി. ശനിക്ക് ആകെ 274 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. ഓർത്തുവയ്ക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. 274 ഉപഗ്രഹങ്ങളാണ് നിലവിൽ ശനിക്ക് ഉള്ളത്. അതായത് 2025 128 പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതിനെ തുടർന്നാണ് സൗരയൂഥത്തിലെ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന ഖ്യാതി ശനിക്ക് ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. ആകെ 274 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത്. നെക്സ്റ്റ്, 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ലയാണ്. ഓർത്തുവയ്ക്കുക, 59ാമത്, അതായത് 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. ഹിന്ദി സാഹിത്യകാരനാണ്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് അദ്ദേഹം. ഓക്കെ, ഛത്തീസ്ഗഡ് സ്വദേശിയാണ് വിനോദ് കുമാർ ശുക്ല. മാത്രവുമല്ല, ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യ എഴുത്തുകാരൻ കൂടിയാണ് വിനോദ് കുമാർ ശുക്ല. ഓക്കെ, അപ്പോൾ 59ാമത്, അതായത് 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ലയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ എഴുത്തുകാരൻ ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നിലവിൽ വന്നത് എവിടെയാണ്? കൊച്ചി. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നിലവിൽ വന്നത് കൊച്ചിയിലാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ ഒരു ബസ് സർവീസ് നിലവിൽ വന്നത്. ഓക്കെ, ഓർത്തുവയ്ക്കുക, കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നിലവിൽ വന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ സിയാലിലാണ് ഈ ഒരു ബസ് സർവീസ് നിലവിൽ വന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഷൂട്ടിംഗ് താരമായ മനു ഭാക്കറിനെയാണ്. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മനു ഭാക്കർ. ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. ഓക്കെ, ഓർത്തുവയ്ക്കുക, 2024 പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. ഒരു ഒളിമ്പിക് ഗെയിംസിൽ തന്നെ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ആര് തന്നെയാണ്? മനു ഭാക്കർ തന്നെയാണ്. അപ്പോൾ ഓർത്തുവയ്ക്കുക, 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കറിനെയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. ഓക്കെ, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഫിഡെ അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത് ആരാണ്? പ്രണവ് വെങ്കിടേഷ്. ഫിഡെ അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത് പ്രണവ് വെങ്കിടേഷ്. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏതു പഞ്ചായത്താണ്? മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് പഞ്ചായത്താണ്. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് പഞ്ചായത്ത്. നെക്സ്റ്റ്, 2025 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ഏത് ടീമാണ്? വിദർഭ ടീമാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക, 2025 രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീമാണ് വിദർഭ ടീം. 3ാം തവണയാണ് വിദർഭയ്ക്ക് രഞ്ജി ട്രോഫി കിരീടം ലഭിക്കുന്നത്. ഫൈനലിൽ കേരളവുമായുള്ള മത്സരത്തിൽ സമനിലയായതോടുകൂടിയാണ് വിദർഭയ്ക്ക് കിരീടം ലഭിച്ചത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പോൾ 2025 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ആരാണ്? വിദർഭ ടീമാണ്. 3ാം തവണയാണ് വിദർഭയ്ക്ക് രഞ്ജി ട്രോഫി കിരീടം ലഭിക്കുന്നത്. ഫൈനലിൽ കേരളവുമായുള്ള മത്സരത്തിൽ സമനിലയായതോടുകൂടിയാണ് വിദർഭയ്ക്ക് കിരീടം
ഉറപ്പായത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? സൗദി അറേബ്യയിലെ റിയാദിലാണ്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ക്രിസ്റ്റി കവൻട്രി. ഓർത്തുവയ്ക്കുക, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവൻട്രി. ഈ ഒരു പദവിയിലെത്തുന്ന ആദ്യ വനിത, അതുപോലെ ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള ആദ്യ വ്യക്തി എല്ലാം ആര് തന്നെയാണ്? ക്രിസ്റ്റി കവൻട്രിയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവൻട്രി. ഈ ഒരു പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയും ക്രിസ്റ്റി കവൻട്രി തന്നെയാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. തുടർച്ചയായി 8-ാം തവണയാണ് ഫിൻലാൻഡിന് ഈ ഒരു അംഗീകാരം ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. തുടർച്ചയായി 8-ാം തവണയാണ് ഫിൻലാൻഡിന് ഈ ഒരു അംഗീകാരം ലഭിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെ സ്ഥാനം കൂടി ഓർത്തു വയ്ക്കുക, 118ആണ്. ഓക്കെ, 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 118. നെക്സ്റ്റ്, നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതി ഏതാണ്? നക്ഷ. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. നക്ഷ എന്നാൽ നാഷണൽ ജിയോസ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻ എന്നാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. നക്ഷ എന്നാൽ നാഷണൽ ജിയോസ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ്, 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം ആരാണ്? അജന്ത ശരത് കമൽ. ഓർത്തുവയ്ക്കുക, 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസമാണ് അജന്ത ശരത് കമൽ. 2022 രാജ്യത്തിൻ്റെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന ലഭിച്ച വ്യക്തി ആരാണ്? അജന്ത ശരത് കമലാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയാണ് 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം. ഓക്കെ, ഓർത്തു വയ്ക്കുക, അദ്ദേഹത്തിന് 2022 രാജ്യത്തിൻ്റെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഈലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഗ്രോക്ക് 3. ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച ലാറ്ററൈറ്റ് ബേബി എന്ന് ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ആരാണ്? ഡോക്ടർ പി രാജേന്ദ്രൻ. അടുത്തിടെ അന്തരിച്ച ലാറ്ററൈറ്റ് ബേബി എന്ന് ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റാണ് ഡോക്ടർ പി രാജേന്ദ്രൻ. നെക്സ്റ്റ്, കൊല്ലം കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹണി ബെഞ്ചമിൻ. കൊല്ലം കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹണി ബെഞ്ചമിൻ. നെക്സ്റ്റ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് തുഹിൻ കാന്ത പാണ്ഡെ. അദ്ദേഹം ഇതിനു മുൻപ് ധനകാര്യ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആരാണ്? സെബിയുടെ ചെയർമാനാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അജയ് സേത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു തുഹിൻ കാന്ത പാണ്ഡെ അല്ലേ, അദ്ദേഹം ധനകാര്യ സെക്രട്ടറി ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പിന്നീട് അദ്ദേഹം സെബിയുടെ ചെയർമാനായി നിയമിതനായി. അതേ തുടർന്ന് ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് അജയ് സേത്ത്. അതായത് തുഹിൻ കാന്ത പാണ്ഡെയുടെ പിൻഗാമിയായി നിയമിതനായ വ്യക്തിയാണ് അജയ് സേത്ത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. അപ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിയുടെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെയുടെ പിൻഗാമിയായി ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് അജയ് സേത്ത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2025 മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത് ആരാണ്? എറണാകുളം ജില്ലാ കളക്ടറായ NSK ഉമേഷാണ്. 2025 മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായ വ്യക്തിയാണ് എറണാകുളം ജില്ലാ കളക്ടറായ NSK ഉമേഷ്. നെക്സ്റ്റ്, കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായത്
ആരാണ്? അഞ്ജു രതി റാണ. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. നെക്സ്റ്റ്, സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? അസം. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് അസം. അനധികൃത നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും അതുപോലെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകുന്നതിനും കാലാവസ്ഥാ ഡാറ്റ ഉപയോഗിച്ച് കർഷകരെ പിന്തുണയ്ക്കുന്നതിനുമായാണ് അസം സ്വന്തമായൊരു ഉപഗ്രഹം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. അതോടുകൂടി സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനം എന്ന ഖ്യാതി അസമിന് ലഭിച്ചു. ഓക്കെ, ഓർത്തുവയ്ക്കുക. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? അസമാണ്. അനധികൃത നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകുന്നതിനും കാലാവസ്ഥാ ഡാറ്റ ഉപയോഗിച്ച് കർഷകരെ പിന്തുണയ്ക്കുന്നതിനുമാണ് അസം സ്വന്തമായൊരു ഉപഗ്രഹം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ആകാശഗംഗകളെക്കുറിച്ച് സമഗ്ര പഠനത്തിന് നാസ വിക്ഷേപിച്ച ദൂരദർശിനി ഏതാണ്? സ്ഫിയർ-എക്സ്. ഓർത്തുവയ്ക്കുക. ആകാശഗംഗകളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് നാസ വിക്ഷേപിച്ച ദൂരദർശിനിയാണ് സ്ഫിയർ-എക്സ്. നെക്സ്റ്റ്, 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് കേരളമാണ്. ഓർത്തുവയ്ക്കുക. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് കേരളം. നെക്സ്റ്റ്, ഇന്ത്യയുടെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച ദേശീയോദ്യാനം ഏതാണ്? മധ്യപ്രദേശിലുള്ള മാധവ് ദേശീയോദ്യാനമാണ്. ഇന്ത്യയുടെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച ദേശീയോദ്യാനം മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനം. നെക്സ്റ്റ്, കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? മാർക്ക് കാർണി. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വ്യക്തിയാണ് മാർക്ക് കാർണി. നെക്സ്റ്റ്, UK പാർലമെൻറ്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ തെലുങ്കു നടൻ ആരാണ്? ചിരഞ്ജീവി. UK പാർലമെൻറ്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ തെലുങ്കു നടനാണ് ചിരഞ്ജീവി. നെക്സ്റ്റ്, 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? MK സാനു, M മുകുന്ദൻ. ഓർത്തുവയ്ക്കുക. 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? സാഹിത്യകാരന്മാരായ MK സാനു, M മുകുന്ദൻ തുടങ്ങിയവരാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഡിസ്പ്ലേ ബോർഡിൽ പുസ്തകം തിരഞ്ഞെടുത്ത് സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ വഴി പണം അടച്ചാൽ പുസ്തകം ലഭിക്കുന്ന രീതിയിലാണ് മെഷീൻ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിലെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ആണ്. ഓർത്തുവയ്ക്കുക. വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ആണ്. എന്നാൽ വായു മലിനീകരണത്തിൽ ഒന്നാമത് ഏത് രാജ്യമാണ്? ചാടാണ്. രണ്ടാമത് ബംഗ്ലാദേശ്, മൂന്നാമത് പാകിസ്ഥാൻ, നാലാമത് കോങ്കോ. ഓർത്തുവയ്ക്കുക. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിലെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5, ഒന്നാം സ്ഥാനം ചാട്, രണ്ടാം സ്ഥാനം ബംഗ്ലാദേശ്, മൂന്നാം സ്ഥാനം പാകിസ്ഥാൻ, നാലാം സ്ഥാനം കോങ്കോ, അഞ്ചാമതായി ഇന്ത്യ. ഓക്കെ, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഡോക്ടർ M ലീലാവതി. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ M ലീലാവതിയാണ്. 55,555 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ M ലീലാവതിയാണ്. 55,555 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ട്. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്നത് ഇംഗ്ലണ്ടിലാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ്, കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ
ക്ലീൻ സ്ലേറ്റ് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരി വേട്ടയ്ക്ക് AI സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരി വേട്ടയ്ക്ക് AI സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, 2025 ഇന്ത്യയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. 2025 ഇന്ത്യയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവാൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണ്. ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ആദ്യ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവാൻ പാർക്ക് നിലവിൽ വന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? KV കുമാരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് KV കുമാരനാണ്. SL ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് KV കുമാരന് പുരസ്കാരം ലഭിച്ചതെന്ന് ഓർക്കുക. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് KV കുമാരനാണ്. SL ഭൈരപ്പയുടെ യാനം എന്ന കന്നഡ നോവൽ അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് KV കുമാരന് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, കേരളത്തിൽ തയ്യാറാക്കിയ വരൾച്ചാ മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ ഉള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. ഓർത്തു വയ്ക്കുക. കേരളത്തിൽ തയ്യാറാക്കിയ വരൾച്ചാ മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ ഉള്ള ജില്ലയാണ് കാസർഗോഡ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നെക്സ്റ്റ്, കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഓയിൽ. ഓർത്തു വയ്ക്കുക. കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഓയിൽ. നെക്സ്റ്റ്, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യം ഏതാണ്? പഞ്ച്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യമാണ് പഞ്ച്. നെക്സ്റ്റ്, കേരളത്തിൽ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏതാണ്? മലപ്പുറം ജില്ലയിലെ ഏറനാടാണ്. ഓർത്തു വയ്ക്കുക. കേരളത്തിൽ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസാണ് മലപ്പുറം ജില്ലയിലെ ഏറനാട്. നെക്സ്റ്റ്, ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ഏതാണ്? ദിയ സലായി. ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ദിയ സലായി. അദ്ദേഹത്തിന് ഏത് വർഷമാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? 2014 കേട്ടോ. ഓർത്തു വയ്ക്കുക. 2014 കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ദിയ സലായി. ഓക്കെ, അതുപോലെ അദ്ദേഹം രൂപീകരിച്ച, അതായത് ബാലവേലയ്ക്കെതിരെ രൂപീകരിച്ച സംഘടനയുടെ പേരെന്താണ്? ബച്പൻ ബച്ചാവോ ആന്തോളനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പം പ്രസ്താവന ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ദിയ സലായി. 2014 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. മലാല യൂസുഫ്സായിക്കൊപ്പമാണ് കേട്ടോ കൈലാഷ് സത്യാർത്ഥിക്ക് 2014 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ അദ്ദേഹം ബാലവേലയ്ക്കെതിരെ രൂപീകരിച്ച സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. നെക്സ്റ്റ്, 2025 മാർച്ചിൽ US-ൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഇംഗ്ലീഷാണ്. അതായത് US-ന് ഇപ്പോൾ ഒരു ഔദ്യോഗിക ഭാഷയുണ്ട്. ആ ഭാഷയാണ് ഇംഗ്ലീഷ്. 2025 മാർച്ചിൽ US-ൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പഠിപ്പുറുസി. ഓർത്തു വയ്ക്കുക. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പഠിപ്പുറുസി. നെക്സ്റ്റ്, നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം
ഏതാണ്? ഉത്തർപ്രദേശ്. ഓർത്തുവയ്ക്കുക, നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും 286 ദിവസങ്ങൾക്കു ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച ദൗത്യ പേടകം ഏതാണ്? ക്രൂ ഡ്രാഗൺ പേടകം. അതായത് സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകമാണ് 286 ദിവസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ചത്. ഓക്കെ, ഓർത്തുവയ്ക്കുക, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും 286 ദിവസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച ദൗത്യ പേടകം ഏതാണ്? സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകമാണ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂൺ മുതൽ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരുന്നു. സ്റ്റാർലൈനർ എന്ന പേടകത്തിൻ്റെ പരീക്ഷണാർത്ഥമാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നത്. എന്നാൽ പേടകത്തിലെ ചില സാങ്കേതിക തകരാറുകൾ മൂലം ഇവർക്ക് തിരിച്ചുവരവ് സാധ്യമായില്ല. അതായത് തിരിച്ചുവരവ് മുടങ്ങി. അതേ തുടർന്ന് ഏകദേശം 9 മാസങ്ങൾക്ക് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 286 ദിവസങ്ങൾക്ക് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരികെ എത്തുന്നത്. അതിനായി കൊണ്ടുവന്ന ആ ഒരു ദൗത്യ പേടകമാണ് സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകം. ഓക്കെ, ഓർത്തുവയ്ക്കുക, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും 286 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം 9 മാസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച ദൗത്യ പേടകമാണ് ക്രൂ ഡ്രാഗൺ പേടകം. ഓക്കെ, നെക്സ്റ്റ്, സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 2025 മാർച്ച് 19. ഓക്കെ, ഓർത്തുവയ്ക്കുക, നമ്മൾ പറഞ്ഞു സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച ദൗത്യ പേടകം ക്രൂ ഡ്രാഗൺ പേടകമാണെന്ന് പറഞ്ഞു. ദെൻ ആ ഒരു പേടകത്തിലൂടെ അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ദിവസം ഏതാണ്? 2025 മാർച്ച് 19 ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ്, വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സാപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവയ്ക്കാൻ അവസരം ഒരുക്കുന്ന പദ്ധതി ഏതാണ്? നേർവഴി പദ്ധതി. ഓക്കെ, വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സാപ്പ് മുഖേനയോ എക്സൈസുമായി പങ്കുവയ്ക്കാൻ അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് നേർവഴി. നെക്സ്റ്റ്, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം ഏതാണ്? ബെയ്ലി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭമാണ് ബെയ്ലി. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലത്താണ്. ഓക്കെ, എന്താണ് വി പാർക്ക്? സംസ്ഥാനത്തെ മേൽപ്പാലങ്ങൾക്ക് താഴെയുള്ള ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ ജനസൗഹൃദ പൊതുയിടങ്ങളാക്കി മാറ്റുന്ന ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയാണ് വി പാർക്ക്. അത്തരത്തിലുള്ളൊരു വി പാർക്ക് കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? സുമൻ കുമാർ. ഓർത്തുവയ്ക്കുക, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറായി ചുമതലയേറ്റ വ്യക്തിയാണ് സുമൻ കുമാർ. നെക്സ്റ്റ്, ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലാ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? മനസ്സോടെ കൊല്ലം. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലാ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മനസ്സോടെ കൊല്ലം. നെക്സ്റ്റ്, 2025 ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് ആരാണ്? ചലച്ചിത്ര താരമായ വിദ്യാ ബാലനാണ്. ഓർത്തുവയ്ക്കുക, 2025 ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് വിദ്യാ ബാലനാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി വിവ, അതായത് നബാർഡിൻ്റെ പദ്ധതി നിർവഹണ ഏജൻസിയാണ് വിവ. വിവ എന്നാൽ വൈഡ് ഇൻസ്പിറേഷൻ വൈഡ് ആസ്പിറേഷൻ എന്നാണ്. അപ്പോൾ ആ ഒരു വിവ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞമാണ് 44 നദികൾ. ഓക്കെ, ഓർത്തു വയ്ക്കുക, വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി നബാർഡിൻ്റെ പദ്ധതി നിർവഹണ ഏജൻസിയായ വിവ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞമാണ് 44 നദികൾ. വിവ എന്നാൽ വൈഡ് ഇൻസ്പിറേഷൻ വൈഡ് ആസ്പിറേഷൻ. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഏതാണ്?
ഓപ്പറേഷൻ ബ്രഹ്മ ഓർത്തുവയ്ക്കുക. 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 2025 ഭൂകമ്പം ബാധിച്ചത് മ്യാൻമറിനെ മാത്രമല്ല തായ്ലൻഡിനെ കൂടിയാണ്. പക്ഷേ മ്യാൻമറിനെ സഹായിക്കാനായി ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് ഓർക്കുക. മ്യാൻമറിനെ സഹായിക്കാനായി. ഓക്കെ, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 6 ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 6 ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, 2025 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ്? സഞ്ജയ് കുമാർ മിശ്ര. 2025 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് കുമാർ മിശ്ര. നെക്സ്റ്റ്, 2025 മാർച്ചിൽ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? അജിത് രത്നാകർ ജോഷി. 2025 മാർച്ചിൽ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് അജിത് രത്നാകർ ജോഷി. നെക്സ്റ്റ്, ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സ്കൂൾ കുട്ടികൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോം അറിയപ്പെടുന്ന പേര് സുബലേൺ. ഓർത്തുവയ്ക്കുക. സ്കൂൾ കുട്ടികൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുബലേൺ. നെക്സ്റ്റ്, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ആരംഭിച്ച സംരംഭം ഏതാണ്? വൺ നേഷൻ വൺ പോർട്ട്. ഓർത്തുവയ്ക്കുക. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ആരംഭിച്ച സംരംഭമാണ് വൺ നേഷൻ വൺ പോർട്ട്. നെക്സ്റ്റ്, അടുത്തിടെ സിംഗപ്പൂരിലേക്ക് ഔദ്യോഗികമായി ആന്തൂറിയം കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ്? മിസോറാം. അടുത്തിടെ സിംഗപ്പൂരിലേക്ക് ആന്തൂറിയം കയറ്റുമതി ചെയ്ത സംസ്ഥാനമാണ് മിസോറാം. നെക്സ്റ്റ്, 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? വി രാമസ്വാമി. ഓർത്തുവയ്ക്കുക. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു അദ്ദേഹം. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പോൾ 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് വി രാമസ്വാമി എന്ന് ഓർക്കുക. നെക്സ്റ്റ്, ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നേതൃത്വം നൽകുന്ന ക്യാമ്പയിൻ ഏതാണ്? ലഹരിയോട് സന്ധിയില്ല. ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ നേതൃത്വം നൽകുന്ന ക്യാമ്പയിനാണ് ലഹരിയോട് സന്ധിയില്ല. നെക്സ്റ്റ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്ന മഹിളാ സമൃദ്ധി യോജന ക്ഷേമ പദ്ധതി ആരംഭിച്ച ഗവൺമെൻറ് ഏതാണ്? ഡൽഹി ഗവൺമെൻറ്. ഓർത്തുവയ്ക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്ന മഹിളാ സമൃദ്ധി യോജന ക്ഷേമ പദ്ധതി ആരംഭിച്ച ഗവൺമെൻറ്റാണ് ഡൽഹി ഗവൺമെൻറ്. നെക്സ്റ്റ്, ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകം ഏതാണ്? ബ്ലൂ ഗോസ്റ്റ് പേടകം. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ് പേടകം. അപ്പോൾ ആദ്യത്തെ പേടകം ഏതായിരുന്നു? ഒഡീസിയസ് ആയിരുന്നു കേട്ടോ. ഓർത്തുവയ്ക്കുക. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ് പേടകം. ആദ്യ പേടകമാണ് ഒഡീസിയസ്. നെക്സ്റ്റ്, കേരള പോലീസിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? പോൾ ആപ്പ്. ഓർത്തുവയ്ക്കുക. കേരള പോലീസിൻ്റെ ഓൺലൈൻ സേവനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് പോൾ ആപ്പ്. നെക്സ്റ്റ്, 2024 സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2024 സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമം ഏതാണ്? ട്രൂത്ത് സോഷ്യൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യൽ മീഡിയ ആണ് ട്രൂത്ത് സോഷ്യൽ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായ ടീം ഏതാണ്?
ഇന്ത്യയാണ്. ഓർത്തുവയ്ക്കുക. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായ ടീം ഇന്ത്യയാണ്. ടെഹ്റാനിൽ വെച്ച് നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചായിരുന്നു ഇന്ത്യക്ക് വിജയം ലഭിച്ചത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായ ടീമാണ് ഇന്ത്യ. ടെഹ്റാനിൽ വെച്ച് നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചായിരുന്നു വിജയം എന്ന് ഓർക്കുക.